നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കപ്പലണ്ടി കൃഷിയെക്കുറിച്ചാണ്. കപ്പലണ്ടി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇടനേരങ്ങളിൽ നമ്മൾ കഴിക്കുന്ന ഒരു നട്ടാണ് കപ്പലണ്ടി എന്ന് പറയുന്നത്. മണ്ണിനടിയിൽ വളരുന്ന പോഷക സമൃദ്ധമായ ഒരു എണ്ണക്കുരുവാണ് കപ്പലണ്ടി. ഇംഗ്ലീഷിൽ നമ്മളിതിനെ പീനട്ട് എന്നും, നമ്മൾ പീനട്ട് ബട്ടറും ഒക്കെ കഴിക്കാറുണ്ട്. പീനട്ട് എന്നും അഥവാ ഗ്രൗണ്ട്നട്ട് എന്നും പറയുന്നുണ്ട്. ഇത് മണ്ണിൽ പടർന്ന് വളരുന്നതിനാലാണ് ഇതിനെ നിലക്കടല എന്ന് പറയുന്നത്. ഇതിൽ കൂടുതലായിട്ടും കാണാനുള്ളത്, നിലക്കടലയുടെ കൂടുതൽ ഉൽപ്പാദകരുള്ളത് ചൈനയിലാണ്. പിന്നെ നിലക്കടലയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന കപ്പലണ്ടി മിഠായി പാലിനൊപ്പം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലതാണ്. ശരീരത്തിന് പുഷ്ടി ഉണ്ടാക്കും. പിന്നെ നമുക്ക് ക്ഷയവും കരൾ രോഗങ്ങളും തുടങ്ങിയവയൊക്കെ വരുമ്പോൾ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. അതിനാൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന നല്ലൊരു ആഹാരമാണ് നിലക്കടല മിഠായി അഥവാ കപ്പലണ്ടി മിഠായി. നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് കപ്പലണ്ടി മിഠായി എന്ന് പറയുന്നത്. പിന്നെ നിലക്കടലയുടെ തൊലി മാറ്റി വെള്ളത്തിൽ നന്നായി കുതിർത്ത് അരച്ച് 3 ഇരട്ടി പാലിൽ നേർപ്പിച്ചാൽ നിലക്കടല പാൽ തയ്യാറാവും. നല്ലൊരു പോഷക പാനീയമാണിത്. ഹീമോഫീലിയ, കാപ്പിലറി ഞരമ്പുകൾ പൊട്ടുന്നതിലൂടെ ഉണ്ടാകുന്ന മൂക്കിലെ രക്തസ്രാവം, അമിത ആർത്തവം എന്നിവയുള്ളപ്പോൾ നിലക്കടല ഉൽപ്പന്നങ്ങളോ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ പ്രമേഹ രോഗികൾ ദിവസവും ഒരു പിടി നിലക്കടല കഴിച്ചാൽ പോഷക ന്യൂനത ഒഴിവാക്കാം. വിട്ടുമാറാത്ത വയറുകടിക്ക് നിലക്കടല ചവച്ച് തിന്ന് മീതെ ആട്ടിൻപാൽ കുടിച്ചാൽ അത് നല്ലതാണ്, ശരീരത്തിന് നല്ലതാണ്. നിലക്കടലയെയും പീനട്ട് ബട്ടറിനെയും പറ്റി ചില ഗവേഷണ ഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവയുടെ ഉപയോഗം സ്ത്രീകളിലെ പ്രമേഹ സാധ്യത കുറയ്ക്കുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയത്. ഗർഭിണികൾ ആണെങ്കിൽ ഉപ്പ് ചേർക്കാതെ നിലക്കടലയാണ് ആരോഗ്യത്തിന് ഉത്തമം. അമിത രക്തസമ്മർദ്ദ സാധ്യത ഉള്ളപ്പോൾ ഉപ്പ് ചേർത്ത് നിലക്കടല ഒഴിവാക്കണം. നിലക്കടല അമിതമായി കഴിക്കുന്നത് അസിഡിറ്റിക്ക് കാരണമാവുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആസ്മ, മഞ്ഞപ്പിത്തം, വായുകോപം എന്നിവയുള്ളവരൊക്കെ നിലക്കടലയുടെ ഉപയോഗം കുറയ്ക്കണം. പിന്നെ നമ്മളിപ്പോൾ നിലക്കടല ഏകദേശം ഒരു 100 ഗ്രാം നിലക്കടലയിൽ പ്രോട്ടീന്, കൊഴുപ്പ്, ധാതുക്കൾ എന്നിവ, കാർബോഹൈഡ്രേറ്റുകൾ, ഭക്ഷ്യനാരുകൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് ഒന്ന് പറയാം. ഇത് കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെന്ന് പറയുന്നത് മാംസത്തിലും മുട്ടയിലും ഉള്ളതിനേക്കാൾ പ്രോട്ടീന് നിലക്കടലയിലുണ്ട്. പച്ചക്കറികളിൽ സോയാബീൻസിൽ മാത്രമാണ് നിലക്കടലയിൽ ഉള്ളതിനേക്കാൾ പ്രോട്ടീൻ ഉണ്ടാവുക. പാലിനൊപ്പം നിലക്കടല കഴിച്ചാൽ ആവശ്യമുള്ള മിക്കവാറും അമിനോ അമ്ലങ്ങൾ ശരീരത്തിന് ലഭിക്കും. പിന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാരീരിക അധ്വാനം, വ്യായാമം എന്നിവ ചെയ്യുന്നതിന് പേശി വളർച്ചയ്ക്ക് ഉത്തമമാണ്. ഇവയിലുള്ള ഇരുമ്പ് വിളർച്ച അകറ്റുവാനും കോപ്പർ ചർമ്മത്തിൻ്റെ തിളക്കത്തിനും ഫൈബർ ശരിയായ ദഹനത്തിനും കൊഴുപ്പ് കുറയ്ക്കുവാനും കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ എല്ലുകളുടെ ആരോഗ്യത്തിനും വൈറ്റമിൻ ബി രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ ഇ, സിങ്ക് എന്നിവ ഹോർമോൺ സന്തുലിതാവസ്ഥയ്ക്കും ലൈംഗിക പ്രത്യുൽപാദന ആരോഗ്യത്തിനും ഗുണകരമാണ് നമ്മുടെ കപ്പലണ്ടി അഥവാ നിലക്കടല അഥവാ ഗ്രൗണ്ട്നട്ട് അഥവാ പീനട്ട്. പിന്നെ ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് ചവച്ചരച്ച് കഴിച്ചാൽ നിലക്കടല ശരിയായി ദഹിക്കുകയുള്ളൂ. വറുത്ത നിലക്കടലയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി അരച്ചെടുത്താൽ പീനട്ട് ബട്ടർ തയ്യാറായി. പീനട്ട് ബട്ടർ ഇപ്പോൾ ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു സാധനമാണ്.
അതും നല്ലതാണ്. ഇത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും നിലക്കടല കൃഷി ചെയ്യുന്നത്. വരണ്ട കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്ന ഒന്നാണെങ്കിൽ പോലും നല്ല വിളവിന് നല്ല ജലസേചനം ആവശ്യമുണ്ട്. ഇതിന് വർഷത്തിൽ 75 മുതൽ 100 സെൻറ്റിമീറ്റർ വരെ വർഷപാതമാണ് നിലക്കടല കൃഷിക്ക് ഏറ്റവും നല്ലത്. ഏകദേശം 5 മാസം കൊണ്ടാണ് നിലക്കടല വിളവെടുപ്പിന് തയ്യാറാവുന്നത്. 130 മുതൽ 150 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ വിളവെടുപ്പിന് തയ്യാറാവും. പിന്നെ അതുപോലെ തന്നെ വളരെ പൊക്കം കുറഞ്ഞ കണ്ടില്ലേ, നിലം ചേർന്ന് വളരുന്ന സസ്യമായിരുന്നു. ഉയരമുള്ള പരുത്തി, ജോവർ തുടങ്ങിയ വിളകൾ നിലക്കടലയോടൊപ്പം കൃഷി ചെയ്യാം. 100 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്ന ഇനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് വർഷത്തിൽ 2 വിളകൾ ചെയ്യാൻ സാധിക്കും. 5 മാസം നിലക്കടല വിളയാൻ വേണ്ടത് 120 ദിവസം മുതൽ 130 ദിവസം വരെ കം വിളവെടുക്കാം. പിന്നെ എന്ന് പറയുന്നത് ഇതിൻ്റെ 100 മുതൽ ഇപ്പോൾ ഒരു ചെടിയിൽ നിന്നും 100 മുതൽ 120 അതിലധികമോ കുരു എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി വരെ കിട്ടും. എന്നാൽ 60 അതിൽ താഴെയോ കിട്ടുന്ന ചെടികൾ ഉപേക്ഷിക്കാറാണ് പതിവ്. അതിലെ കായകൾക്ക് വേണ്ടത്ര മൂപ്പുണ്ടാവില്ല, വിളഞ്ഞു കാണില്ല. പിന്നെ ഇന്ത്യയിൽ ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ മധ്യ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഒരു പ്രധാന എണ്ണക്കുരുവാണ് നിലക്കടല എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ പറഞ്ഞു, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് കണ്ടുവരുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കുരുവായും നേരിട്ട് ഭക്ഷണമായി നിലക്കടല ഉപയോഗിക്കുന്നു. ഭക്ഷ്യ എണ്ണ എന്നതിന് പുറമേ മാർഗരൈൻ, ഔഷധങ്ങൾ, വാർണിഷുകൾ, സോപ്പ് എന്നിവ നിർമ്മിക്കുന്നതിന് നിലക്കടല എണ്ണ ഉപയോഗിക്കുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിധ നിലക്കടല ഇനങ്ങളിലെ എണ്ണയുടെ അളവ് വ്യത്യസ്തമാണ്. ഇത് 43% മുതൽ 54% വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വിളവ് നൽകുന്നതിനൊപ്പം മണ്ണൊലിപ്പ് തടയുന്നു എന്നതും നിലക്കടല കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാന ഗുണമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. എല്ലാവർക്കും നന്ദി.